കേരളപ്പിറവി ദിനാഘോഷത്തോടനുബന്ധിച്ച് ടീച്ചർമാർക്ക് ഓലമിടയിൽ മത്സരം ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ പലരും ചോദിച്ചു, ഇതെന്ത് മത്സരം, ഓലമിടയിലോ? പക്ഷേ ഞാനിത് കേട്ടപ്പോൾ തന്നെ ഉടനെ യൂട്യൂബ് എടുത്ത് പഠനം അങ്ങ് തുടങ്ങി കേട്ടോ. അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ എനിക്ക് തോന്നിയില്ല. പക്ഷേ മത്സരം തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ആ ഇരിപ്പ് നമുക്കത്ര പന്തിയല്ലെന്ന് മനസ്സിലായി തുടങ്ങിയത്. പക്ഷേ മത്സരത്തിൻ്റെ രസം നുകർന്നപ്പോൾ പകുതിയിൽ വെച്ചിട്ടിട്ട് പോകാൻ തോന്നിയില്ല. അതിൽ രസം എന്താണെന്നറിയാം, കുറേ അധികം ടീച്ചർമാർ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽപ്പുണ്ടായിരുന്നേ. അവരുടെ രസകരമായ കമൻറ്റുകൾ, അയ്യോ അതൊന്ന് കേൾക്കേണ്ടതാണ് കേട്ടോ. ഇത്രയും മിടുക്കികളായിരുന്നെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. നല്ല കമൻസ് ആയിരുന്നേ. അതിൻ്റെ ഒരു രസത്തിൽ മത്സരം കേമമായിട്ട് നടന്നു. ഞാൻ സ്പെയിനിൽ നിന്ന് ഓടി നാട്ടിലെത്തിയത് ഓലമിടയാനായിരുന്നു എന്ന് പോലും കമൻറ്റുകളിൽ പറഞ്ഞു. ഞങ്ങളുടെ എച്ച്.എം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. മാറി നിൽക്കാതെ ഞങ്ങളിൽ ഒരാളായിട്ടിരുന്ന് മത്സരിക്കുകയായിരുന്നു. എല്ലാം കണ്ട് രസിച്ച് പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളുടെ മാനേജരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മത്സരത്തിന് കുറേ അധികം ടീച്ചർമാരുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം അവരുടെയൊക്കെ അനുവാദം ഇല്ലാതെ ചെയ്യുന്നത് ഉചിതമല്ലല്ലോ അല്ലേ. ഇരുന്നാൾ പെണീറ്റ് റോബി ഓലമടയിൽ ഭിത്തിക്കാലം പുറകില്ലെന്ന് കാണിച്ചുകൊണ്ട് വന്ന റോബി ടീച്ചർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ബാല്യാമരത്തിരുന്ന് ശാന്തികളയിൽ അമ്മമാര് ഓലമടയിൽ വന്നതേ ഉള്ളൂ. വല സൈഡ് അടിക്കുക, അറിഞ്ഞൂടാ പറയാം. വല സൈഡ് അടിക്കുക. ഇതിൽ 2 ടീച്ചർമാർ അവർ വളരെ ലേറ്റായിട്ടാണ് മത്സരത്തിനെത്തിയതേ. അതായത് ഞങ്ങൾ ഏറെക്കുറെ പകുതിയായി കാണും. പക്ഷെ വന്ന് നിമിഷ നേരത്തിനുള്ളിൽ അവർ ഓല മെടഞ്ഞിട്ടിട്ട് ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിലങ്ങ് പോയി. മിടുക്കികൾ. എല്ലാം ഒരു തമാശയായിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതീവ സന്തോഷമായിരുന്നു. ഒരുപാട് പേര് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിടത്ത് എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നത് ഞാൻ കടന്നു വന്ന ശാരീരിക വേദനകൾ അറിഞ്ഞവർക്ക് തീർച്ചയായും മനസ്സിലാകും. ഈ കുഞ്ഞു കുഞ്ഞു പരീക്ഷണത്തിലൂടെ ഞാൻ എന്നെ തന്നെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്.